ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസ്സി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയായിട്ടുള്ള ഉള്ളിത്തീയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു കറിയാണല്ലോ ഉള്ളിത്തീയൽ. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഉള്ളിയെല്ലാം തൊലി കളഞ്ഞ് കഴുകി വെള്ളം എല്ലാം ഒപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 200 ഗ്രാം ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങയും ഞാൻ ചിരവി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം. ആ പുളിവെള്ളവും കൂടെ കറിയിലേക്ക് ആവശ്യമാണ്. ഇനി നമുക്ക് ആ അരപ്പ് തയ്യാറാക്കാനായിട്ട് ആ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഒരു കടായി ചൂടാകുമ്പോൾ ആ തേങ്ങ അതിലേക്കിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് എല്ലാം നന്നായിട്ട് ഒരുപോലെ ഒരു ബ്രൗൺ നിറമാകുന്നവരെ നമുക്ക് വറുത്തെടുക്കണം. ആ സമയത്ത് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ എല്ലാം ഒരുപോലെ ബ്രൗൺ നിറമാകുന്നവരെ നമുക്ക് ചെറു തീയിൽ ഇതുപോലെ വറുത്ത് കോരി എടുക്കാം. ഇപ്പോൾ തേങ്ങയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ 3 പൊടികളും ഇട്ടിട്ട് നമുക്ക് ആ തേങ്ങയുടെ മിശ്രിതം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ തീരെ വേണ്ട കേട്ടോ, അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇത് ഉടനെ തന്നെ അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മൂപ്പിൽ വ്യത്യാസം വരും. അപ്പോൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അല്പം തണുത്ത ശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് തീരെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം. ഇത് വെള്ളം ചേർക്കാതെ ഇതുപോലെ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടായി ചൂടാക്കി അതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ച ശേഷം 2 വറമുളകും അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചുവന്നുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വല്ലാതെ വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട, ഒരു പകുതി ഭാഗം മാത്രം ഉള്ളി വഴന്നു വന്നാൽ മതി. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത്. ഇനി ഇതിൻ്റെ കൂടെ എരിവിനായിട്ട് ഞാൻ 2 പച്ചമുളകും കൂടെ നെടുകെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇവിടെ ഏകദേശം അത് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് തിളച്ച വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഉള്ളിയും പച്ചമുളകും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പുളിയെല്ലാം നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് ചോറിൻ്റെ കൂടെ വളരെ നല്ല രുചികരമായിട്ടുള്ള ഒരു തീയലാണ്. ഉള്ളി മാത്രമല്ല, അതുപോലെ തന്നെ നമുക്ക് ചേന വെച്ചിട്ടും അതുപോലെ പാവയ്ക്ക വെച്ചെല്ലാം ഇതുപോലെ തീയലുണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ തീയൽ വളരെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് തീയൽ ഇറക്കാൻ. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.